അടുത്ത തവണ നിങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഒരു കാരണവുമില്ലാതെ പ്രകോപിപ്പിക്കുമ്പോഴോ? അതെ, അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ടല്ലോ. തീർച്ചയായും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ കടുത്ത ദേഷ്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ നിമിഷം അത് ശരിക്കും നിങ്ങളാണോ പ്രതികരിക്കുന്നത്? അതൊരു വളരെ നല്ല ചോദ്യമാണ്. അല്ലേ? അതോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഏതോ ഒരു മൃഗത്തിന്റെ അതിജീവന തന്ത്രം നിങ്ങളുടെ തലച്ചോറിനെ ഹൈജാക്ക് ചെയ്യുന്നതാണോ? ഈ പുതിയ ഡീപ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മനുഷ്യർ പരിണാമത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലാണെന്നൊക്കെയാണല്ലോ വിശ്വസിക്കുന്നത്. അതെ, നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്. ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും നമ്മൾ ഒരുപാട് മുന്നേറി. പക്ഷേ എന്താ പറയാ, എന്തിനാണ് നമ്മളിപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും സ്വന്തം സമാധാനം നശിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യുന്നത്? ശരിയാ. നമ്മൾ മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെയായി ഒരുപാട് പുരോഗമിച്ചെന്ന് കരുതുമ്പോഴും മനുഷ്യന്റെ ഉള്ളിലെ അടിസ്ഥാന ചോദനകൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുതന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വേദാദ്രി മഹർഷിയുടെ പാപപ്പതിവുകളും അവ മാറ്റാനുള്ള വഴികളും എന്ന വളരെ പ്രശസ്തമായ പ്രഭാഷണമാണ്. അതെ, വളരെ ആഴത്തിലുള്ള ഒരു സ്രോതസ്സാണത്. ഈ പഠനത്തിലൂടെ നമ്മുടെ ഉള്ളിലെ ഈ വിചിത്രമായ മൃഗവാസനകളെ മനസ്സിലാക്കാനും അതിലും പ്രധാനമായി അവയെ ശാശ്വതമായി ഇല്ലാതാക്കാനുമുള്ള 3 പ്രായോഗിക വഴികളുമാണ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യുന്നത്. ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ പാപങ്ങൾ എന്നത് വെറുതെ ഒരു ദിവസം രാവിലെ നമ്മുടെ തലയിൽ ഉദിക്കുന്നതല്ല. അപ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ടല്ലേ? തീർച്ചയായും. അതിന് നമ്മുടെ പരിണാമ ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം. പരിണാമം എന്ന് പറയുമ്പോൾ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറയുന്ന ആ ജലചക്രത്തിന്റെ ഉപമയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതായത് കടലിലെ വെള്ളം സങ്കൽപ്പിക്കുക. അത് വളരെ ശുദ്ധമാണ്. അതെ, ഏറ്റവും ശുദ്ധമായ അവസ്ഥ. ആ വെള്ളം സൂര്യന്റെ ചൂടേറ്റ് ബാഷ്പീകരിക്കപ്പെട്ട് ആകാശത്തേക്ക് പോയി മേഘങ്ങളായി മാറി ഒടുവിൽ മഴയായി പെയ്യുന്നു. ആ മഴവെള്ളവും വളരെ ശുദ്ധമാണല്ലോ. ശരിയാ. എന്നാൽ ആ വെള്ളം ഭൂമിയിൽ വീണ് ഒഴുകി തുടങ്ങുമ്പോൾ അത് അഴുക്കുചാലുകളിലൂടെയും മണ്ണിലൂടെയും ഒഴുകി മലിനമാകുന്നു. ഒടുവിൽ അത് വീണ്ടും കടലിലെത്തുമ്പോഴാണ് പഴയതുപോലെ ശുദ്ധീകരിക്കപ്പെടുന്നത്. വളരെ മനോഹരമായൊരു ഉപമയാണത്. ഈ സ്രോതസ്സിൽ മനുഷ്യന്റെ കാര്യവും ഇതുപോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഓഹോ, അതെങ്ങനെയാണ്? അതായത് ഏറ്റവും ശുദ്ധമായ ഈശ്വര ചൈതന്യം ആദ്യം അണുക്കളായി പിന്നീട് പഞ്ചഭൂതങ്ങളായി മാറി. ഭൂമിയിലാദ്യം ഒരിന്ദ്രിയമുള്ള സസ്യങ്ങളുണ്ടായി, പിന്നീട് 2 ഇന്ദ്രിയമുള്ള പുഴുക്കളായി, അങ്ങനെ 5 ഇന്ദ്രിയങ്ങളുള്ള മൃഗങ്ങളായി, എന്നിട്ട് 6ാമത്തെ ഇന്ദ്രിയമായ വിവേകമുള്ള മനുഷ്യനായി പരിണമിച്ചു. കൃത്യമായി പറഞ്ഞു. പക്ഷേ എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. ഇത്രയും ശുദ്ധമായ ഒരു ഉറവിടത്തിൽ നിന്നാണ് നമ്മൾ വന്നതെങ്കിൽ മനുഷ്യരായ നമ്മൾ എന്തിനാണ് ഈ അഴുക്കുചാലിലെ വെള്ളം പോലെ മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്? നല്ല ചോദ്യം. കാരണം ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണ് പാപമെന്ന് സ്രോതസ് വളരെ കൃത്യമായി നിർവചിക്കുന്നുണ്ടല്ലോ. ആ അഴുക്കുചാലിലൂടെ ഒഴുകിയ വെള്ളം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇതിനുള്ള ഉത്തരം വളരെ വ്യക്തമാകും. മനുഷ്യൻ എവിടെ നിന്നാണ് പരിണമിച്ചത്? 5ാം ഇന്ദ്രിയമുള്ള മൃഗങ്ങളിൽ നിന്നാണ്. അതെ, നമ്മൾ എപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണിത്. ലക്ഷക്കണക്കിന് വർഷങ്ങളായി കാട്ടിൽ ജീവിച്ച മൃഗങ്ങളുടെ ഒരു നീണ്ട ചരിത്രം നമുക്കുണ്ട്. കാട്ടിലെ മൃഗങ്ങൾ അതിജീവിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. പ്രധാനമായും 4 കാര്യങ്ങളാണവ ചെയ്യുന്നത്. ഏതൊക്കെയാണത്? 1. മറ്റുള്ളവയെ വേദനിപ്പിക്കുക. 2. മറ്റു ജീവികളെ കൊല്ലുക. 3. മറ്റുള്ളവയുടെ ഭക്ഷണവും ശരീരവും തട്ടിയെടുക്കുക. 4. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക. ഒരു കടുവയ്ക്കോ സിംഹത്തിനോ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. അതുതന്നെ. അവയ്ക്ക് കൃഷി ചെയ്യാനോ പച്ചക്കറി കൃഷി ചെയ്ത് ഭക്ഷണം പാകം ചെയ്യാനോ അറിയില്ല. അതുകൊണ്ട് പ്രകൃതി നിയമപ്രകാരം അവ ചെയ്യുന്ന ഈ 4 കാര്യങ്ങളും അവയ്ക്ക് പാപമല്ല. അതവരുടെ അതിജീവനത്തിന്റെ ഭാഗം മാത്രമാണ്. അപ്പോൾ മൃഗങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വെറും അതിജീവനവും നമ്മൾ മനുഷ്യർ ചെയ്യുമ്പോൾ അത് പാപവുമാകുന്നു. അതെ. ആ 4 കാര്യങ്ങൾ: വേദനിപ്പിക്കുക, കൊല്ലുക, തട്ടിയെടുക്കുക, സ്വാതന്ത്ര്യമില്ലാതാക്കുക. നമ്മൾ ശാരീരികമായി മൃഗങ്ങളെപ്പോലെ ആരെയും കൊല്ലാനോ കടിച്ചുകീറാനോ പോകുന്നില്ലായിരിക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതിന്റെ വേറൊരു വേർഷൻ അല്ലേ ചെയ്യുന്നത്? തീർച്ചയായും. എന്ത് വേർഷനാണെന്ന് പറയാമോ? ഉദാഹരണത്തിന്,
ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നൊരാൾ കഷ്ടപ്പെട്ട് ചെയ്ത പ്രൊജക്റ്റിന്റെ ക്രെഡിറ്റ് നമ്മൾ തട്ടിയെടുക്കുമ്പോൾ അത് കാട്ടിൽ മറ്റൊരാളുടെ ഭക്ഷണം തട്ടിയെടുക്കുന്നതിന് തുല്യമല്ലേ? ശരിയാ, 100% ശരിയാണ്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കമന്റുകളിലൂടെ കൂട്ടമായി ആക്രമിക്കുമ്പോൾ ശാരീരികമായി കൊന്നില്ലെങ്കിലും നമ്മൾ മാനസികമായി അവരെ തകർക്കുകയല്ലേ? അതെ, നമ്മൾ ചെയ്യുന്നത് കൃത്യമായി അതുതന്നെയാണ്. ഇതൊരു കോർപ്പറേറ്റ് സ്യൂട്ടിട്ട മൃഗവാസനയാണെന്ന് പറയാം. കോർപ്പറേറ്റ് സൂട്ടിട്ട മൃഗവാസന, അതൊരു കിടിലൻ പ്രയോഗമാണ്. പരിണാമ പ്രക്രിയയിൽ തലമുറകളായി മൃഗങ്ങൾ ചെയ്ത ഈ പ്രവൃത്തികൾ, ആ അതിജീവന തന്ത്രങ്ങൾ, അവയുടെ ജീവകോശങ്ങളിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. സ്രോതസ്സിൽ ഇതിനെ വളരെ രസകരമായി ഒരു സെറോക്സ് കോപ്പി പോലെയാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു സെറോക്സ് കോപ്പി? അതെ, നമ്മൾ മനുഷ്യരായി ജനിക്കുമ്പോൾ തന്നെ ഈ മൃഗവാസനകളുടെ സെറോക്സ് കോപ്പിയുമായാണ് വരുന്നത്. പക്ഷേ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. എന്താണത്? അവന് സ്വന്തമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മറ്റുള്ളവരെ ദ്രോഹിക്കാതെ സഹകരിച്ച് ജീവിക്കാനുള്ള വിവേകവും ബുദ്ധിയുമുണ്ട്. ശരിയാണ്. എന്നിട്ടും സ്വന്തമായി ജീവിക്കാൻ കഴിവുള്ള നമ്മൾ ആ പഴയ മൃഗവാസനകളുടെ സ്വാധീനം കാരണം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുമ്പോഴും വേദനയുണ്ടാക്കുമ്പോഴും അത് പാപമായി മാറുന്നു. ബുദ്ധി മനുഷ്യന്റേതാണെങ്കിലും പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കുന്നത് ആ പഴയ മൃഗത്തിന്റെ പ്രോഗ്രാമിംഗിലാണ്. ഇതൊരു ഞെട്ടിക്കുന്ന തിരിച്ചറിവാണല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണെന്ന് പറയാം. അതെ, ഒരു ഓട്ടോ പൈലറ്റ് മോഡ് തന്നെ. പക്ഷേ ഈ മൃഗവാസനകൾ നമ്മളെ നിയന്ത്രിക്കുകയാണെന്നും നമ്മൾ തെറ്റായ ദിശയിലാണെന്നും നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് തിരുത്താൻ സ്രോതസ്സിൽ എന്തെങ്കിലും കൃത്യമായ വഴി പറയുന്നുണ്ടോ? പ്രകൃതി ഒരിക്കലും നമ്മളെ മുന്നറിയിപ്പില്ലാതെ വിടില്ല കേട്ടോ. ഈ മൃഗവാസനകൾ നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ പ്രകൃതി തന്നെ നമുക്ക് ചില അപായ സൂചനകൾ തരും. എന്ത് തരം സൂചനകൾ? നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളും മനസ്സിലുണ്ടാകുന്ന സമാധാനക്കുറവും അസ്വസ്ഥതകളുമാണ് നമ്മൾ ചെയ്ത തെറ്റുകളുടെ സിഗ്നലുകളെന്ന് ഈ സ്രോതസ്സ് പറയുന്നു. ഇതിൽ നിന്ന് പുറത്തുകടക്കാൻ 3 പ്രായോഗിക വഴികളാണ് പ്രധാനമായും ഉള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തെ വഴി എന്താണ്? അതിലാദ്യത്തേതാണ് പ്രായശ്ചിത്തം, അല്ലെങ്കിൽ ഉടനടിയുള്ള തിരുത്തൽ. നമ്മൾ തെറ്റു ചെയ്തു എന്ന് തിരിച്ചറിയുന്ന നിമിഷം തന്നെ അത് തിരുത്തുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ പ്രായശ്ചിത്തം എന്ന് കേൾക്കുമ്പോൾ തലമുണ്ടനം ചെയ്ത് കാട്ടിൽ പോയി തപസ് ചെയ്യുന്ന എന്തോ വലിയ കർമ്മം പോലെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. അങ്ങനെയൊന്നുമല്ല. അതെ, കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ വളരെ ലളിതവും പ്രായോഗികവുമാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഉച്ചയ്ക്ക് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം കണ്ട് അത്യാർത്തിയോടെ ഒരുപാട് കഴിച്ചുവെന്ന് വിചാരിക്കാം. അത് നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്കെതിരായ, ശരീരത്തെ ദ്രോഹിക്കുന്നൊരു പ്രവൃത്തിയാണല്ലോ. അതെ, ശരിയാ. അതിന്റെ ഫലമായി വയറിന് കടുത്ത അസ്വസ്ഥത വരുന്നു. ഇതിനുള്ള പ്രായശ്ചിത്തം എന്താണ്? വളരെ ലളിതമാണ്. രാത്രി ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ച് ദഹനവ്യവസ്ഥയ്ക്ക് വിശ്രമം നൽകുക. കൃത്യം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം പഴയതുപോലെ ആരോഗ്യവാനാകും. അതൊരു ശാരീരികമായ തിരുത്തലാണ്. എന്നാൽ മാനസികമായ തെറ്റുകൾക്കും ഇത് ബാധകമാണ്. അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് സ്രോതസ്സ് വിശദീകരിക്കുന്നത്. ഒരു മകൻ കടുത്ത ദേഷ്യത്തിൽ അമ്മയെ ചീത്ത വിളിക്കുന്ന ഉദാഹരണം നോക്കൂ. അതൊരു നല്ല ഉദാഹരണമാണ്. അമ്മയ്ക്കത് വലിയ മാനസിക വേദനയുണ്ടാക്കുന്നു. ആ നിമിഷം ആ മകന്റെ തലച്ചോറിലും മനസ്സിലും ഒരു നെഗറ്റീവ് ഇംപ്രിന്റ് അല്ലെങ്കിൽ പാപപതിവ് രൂപപ്പെടുകയാണ്. ശരിയാ. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ദേഷ്യം മാറുമ്പോൾ അവന് തന്റെ തെറ്റു മനസ്സിലാകുന്നു. അവനുടനെ പോയി അമ്മയുടെ കാലു പിടിച്ച് ക്ഷമ ചോദിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അമ്മ അവനോട് പൂർണ്ണ മനസ്സോടെ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വളരെ ശക്തമായ പോസിറ്റീവായ ചിന്താതരംഗം മകന്റെ ഉള്ളിലുണ്ടായ ആ നെഗറ്റീവ് ഇംപ്രിന്റിനെ നിർവീര്യമാക്കുന്നു. അതായത് ആ പാവത്തിന്റെ പ്രത്യാഘാതം അവിടെ വെച്ച് തന്നെ ഇല്ലാതാകുന്നു, അല്ലേ? അതെ, അവിടെ വെച്ച് തന്നെ അത് ഡിലീറ്റ് ആകുന്നു. എനിക്കിത് കേട്ടപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ വാട്സപ്പ് മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്ന ഫീച്ചറാണ് ഓർമ്മ വന്നത്. അത് കൊള്ളാം. നമ്മള് ദേഷ്യത്തിൽ ഒരാൾക്കൊരു മോശം മെസ്സേജ് ടൈപ്പ് ചെയ്തു. പക്ഷെ ആ സെൻഡ് ബട്ടൺ അമർത്തുന്നതിന് തൊട്ടുമുമ്പ് നമുക്ക് വിവേകം വരികയും ആ മെസ്സേജ് മൊത്തമായി ഡിലീറ്റ് ചെയ്യുന്നത് പോലെയല്ലേ ഇത്? അതെ, ഏകദേശം അതുപോലെ തന്നെ. ആ തെറ്റ് ഒരു വലിയ പ്രശ്നമായി അല്ലെങ്കിൽ ഒരു സ്ഥിരം സ്വഭാവമായി നമ്മുടെ ഉള്ളിൽ വേരുറപ്പിക്കുന്നതിനു മുമ്പ് തന്നെ നമ്മൾ അതിനെ റദ്ദാക്കുന്നു. വളരെ നല്ലൊരു താരതമ്യമാണത്.
തെറ്റ് ചെയ്ത ഉടനെ തന്നെ അത് തിരിച്ചറിഞ്ഞ് തിരുത്തുമ്പോഴാണ് ഈ ഡിലീറ്റ് ചെയ്യൽ കൃത്യമായി നടക്കുന്നത്. അതായത് ഒരു നെഗറ്റീവ് ഇമോഷനെ മറ്റൊരു പോസിറ്റീവ് ഇമോഷൻ കൊണ്ട് അപ്പപ്പോ തന്നെ ന്യൂട്രലൈസ് ചെയ്യുക. ശരി. പെട്ടെന്നുള്ള ദേഷ്യമോ അമിത ഭക്ഷണമോ ഒക്കെ തിരുത്താൻ ഈ ഡിലീറ്റ് ബട്ടൺ അല്ലെങ്കിൽ പ്രായച്ചിത്തം വർക്ക് ചെയ്യും. പക്ഷേ എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. എന്താണ് സംശയം? ഒരാൾ 20 വർഷമായി സ്വാർത്ഥനായി പെരുമാറുന്ന ആളാണെങ്കിലോ, അല്ലെങ്കിൽ വർഷങ്ങളായുള്ള എന്തെങ്കിലും വലിയ അഡിക്ഷൻ ഉണ്ടെങ്കിലോ, കാലങ്ങളായി കോശങ്ങളിൽ പതിഞ്ഞുകിടക്കുന്ന ഒരു വലിയ ശീലത്തെ ഒരു തവണ ക്ഷമ ചോദിക്കുന്നതുകൊണ്ടോ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കുന്നതുകൊണ്ടോ മാറ്റാൻ പറ്റില്ലല്ലോ. ശരിയാ. അവിടെ ഈ ഡിലീറ്റ് ബട്ടൺ വർക്ക് ചെയ്യില്ല. അതിന് സ്രോതസ് എന്തെങ്കിലും പരിഹാരം പറയുന്നുണ്ടോ? നായകമായ ഭാഗം ഇരിക്കുന്നത് വർഷങ്ങളായി പതിഞ്ഞ ശീലങ്ങളെ വെറുതെ അങ്ങ് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് സ്രോതസ് രണ്ടാമത്തെ വഴി നിർദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ വഴി അതെന്താണ്? അതാണ് മേൽപതിവ് അഥവാ തിരുത്തിയെഴുതൽ. ആധുനിക സയൻസ് ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കും. നമ്മുടെ തലച്ചോറിലെ പഴയ ന്യൂറൽ പാതകളെ മാറ്റി പുതിയ പാതകൾ ഉണ്ടാക്കിയെടുക്കുക. ഓഹോ, ഓവർ റൈറ്റിംഗ്. അതെ. ഇതിനായി സ്രോതസ്സിൽ പറയുന്നൊരു മദ്യപാനിയുടെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കിതിന്റെ ആഴവും ബുദ്ധിമുട്ടും കൃത്യമായി മനസ്സിലാകും. 15 വർഷമായി കടുത്ത മദ്യപാനിയായ ഒരാൾ. അയാളുടെ ആന്തരിക അവയവങ്ങളൊക്കെ തകരാറിലായി. ഡോക്ടർ പറയുന്നു മദ്യം നിർത്തിയില്ലെങ്കിൽ വൈകാതെ മരിച്ചുപോകുമെന്ന്. അയാൾക്കത് നിർത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അയാൾക്കതിന് കഴിയുന്നില്ല. ഒടുവിൽ അയാളൊരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകുന്നു. ആ ഡോക്ടർ നൽകുന്ന നിർദ്ദേശമാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത്. അതെന്താ? എല്ലാ ദിവസവും കൃത്യം രാത്രി 7 മണിക്കാണ് അയാൾ മദ്യപിക്കുന്നത്. ഡോക്ടർ അയാളോട് പറയുന്നു, നാളെ മുതൽ 7 മണിക്ക് മദ്യപിക്കുന്നതിന് പകരം 6 മണിക്ക് തന്നെ ബദാം പരിപ്പും കൽക്കണ്ടവുമൊക്കെ ചേർത്ത് വളരെ രുചികരമായൊരു ഗ്ലാസ് പാല് കുടിക്കാൻ. രസകരമായ നിർദ്ദേശം. എനിക്കിവിടെ സ്രോതസ്സിൽ പറയുന്ന പഴയ ടേപ്പ് റെക്കോർഡർ ഉപമയാണ് ഓർമ്മ വരുന്നത്. പഴയ കാസറ്റുകളിൽ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ അതിൽ നമുക്ക് വേണ്ടാത്തൊരു പഴയ പാട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ആ കാസറ്റ് വലിച്ചെറിയുകയല്ല. പകരം ആ പഴയ പാട്ടിന് മുകളിലേക്ക് തന്നെ പുതിയൊരു പാട്ട് റെക്കോർഡ് ചെയ്യും. അതെ, അത് തന്നെ. അപ്പോൾ പഴയ പാട്ട് താനെ മാഞ്ഞു പോകും. അതാണ് ഈ മേൽപതിവ് അല്ലെങ്കിൽ ഓവർ റൈറ്റിംഗ്. ആ ഉപമ ഇതിന്റെ മെക്കാനിസം മനസ്സിലാക്കാൻ വളരെ നല്ലതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ഒരു കാസറ്റിൽ പുതിയ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല മനുഷ്യന്റെ ശരീരത്തിലെ 20 വർഷത്തെ ഒരു പഴയ ശീലം മാറ്റുന്നത്. നിങ്ങൾ ആ മദ്യപാനിയുടെ അവസ്ഥയൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 15 വർഷമായി അയാളുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് കൃത്യം 7 മണിക്ക് ആ മദ്യം കിട്ടിശീലമുണ്ട്. ആ കോശങ്ങൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം 6 മണിക്ക് അയാൾ ഈ പാല് കുടിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലെ ഓരോ കോശവും അയാളോട് യുദ്ധം ചെയ്യും. ശരിയാ, ശരീരം അത് നിരസിക്കും. നീ എന്തിനാ ഞങ്ങളെ പറ്റിക്കുന്നത്, ഞങ്ങൾക്ക് ഇതല്ല വേണ്ടത് എന്ന് ശരീരവും മനസ്സും ഒരുമിച്ചു നിലവിളിക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം അത് കടുത്ത ശാരീരിക വേദനകളിലേക്കും ഉറക്കമില്ലായ്മയിലേക്കും വലിയ മാനസിക സംഘർഷങ്ങളിലേക്കും പോകും. ആ സമയത്ത് അയാൾ അനുഭവിക്കുന്ന വേദന വിവരണാതീതമാണ്. അതാണ് എനിക്കും തോന്നിയത്. വെറും 7 ദിവസം പാൽ കുടിച്ചാൽ 15 വർഷത്തെ ശീലം മാറ്റാൻ പറ്റുമെന്ന് കേൾക്കുമ്പോൾ ആരും നെറ്റിച്ചുളിക്കും. പ്രായോഗികമായി നോക്കുമ്പോൾ ഭയങ്കര വേദന നിറഞ്ഞൊരു പ്രക്രിയയാണത്. അതുകൊണ്ടാണ് സ്രോതസ്സിൽ അയാളുടെ ഇച്ഛാശക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി എടുത്തു പറയുന്നത്. വിൽ പവർ അല്ലേ? അതെ, വിൽ പവർ. താൻ മരിച്ചുപോകുമെന്ന തിരിച്ചറിവിൽ നിന്ന് വരുന്ന ഭയവും എങ്ങനെയെങ്കിലും ജീവിക്കണമെന്ന ഇച്ഛാശക്തിയുമാണ് അയാളെ അവിടെ പിടിച്ചു നിർത്തുന്നത്. ആ കടുത്ത വേദന സഹിച്ച് അയാൾ ആ പുതിയ പ്രവൃത്തി ആവർത്തിച്ച് ചെയ്യുമ്പോൾ തലച്ചോറിലെ പഴയ ശീലത്തിന്റെ പാതകൾ പതിയെ മങ്ങുകയും പുതിയ ശീലത്തിന്റെ പാതകൾ അവിടെ ശക്തമാവുകയും ചെയ്യുന്നു. ഓ, അപ്പോൾ നമ്മൾ മോശം ശീലത്തെ വെറുതെ നിർത്തുകയല്ല ചെയ്യുന്നത്. അല്ല, മറിച്ച് അതിനേക്കാൾ ആരോഗ്യകരമായ മറ്റൊരു പോസിറ്റീവ് പ്രവൃത്തിയിലൂടെ അതിനെ മാറ്റിപ്പണിയുകയാണ് ചെയ്യുന്നത്. യോഗാസനങ്ങളും ധ്യാനവുമൊക്കെ കൃത്യമായി എല്ലാ ദിവസവും ചെയ്യുന്നതും ഇത്തരം മേൽപ്പതിവുകൾക്ക് വലിയൊരു ഉദാഹരണമാണെന്ന് സ്രോതസ് പറയുന്നുണ്ട്. അത് കൊള്ളാം. അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും പഴയ മൃഗവാസനകളിൽ നിന്നും മാറി പുതിയൊരു പ്രോഗ്രാമിംഗ് നൽകുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. പെട്ടെന്നുള്ള ചെറിയ തെറ്റുകൾ തിരുത്താൻ ആദ്യത്തെ വഴിയായ പ്രായശ്ചിത്തം, കാലപ്പഴക്കമുള്ള ദുശ്ശീലങ്ങളെ മാറ്റിയെടുക്കാൻ രണ്ടാമത്തെ വഴിയായ മേൽപതിവ് അല്ലെങ്കിൽ പുതിയ ശീലങ്ങൾ കൊണ്ടുള്ള തിരുത്തിയെഴുതൽ. അതെ. പക്ഷെ ഇതുകൊണ്ടായില്ലല്ലോ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വലിയ ചോദ്യം ബാക്കിയാണ്. ഏത് ചോദ്യം?
അഴുക്കുചാലിലെ വെള്ളം എങ്ങനെയാണ് വീണ്ടും ശുദ്ധമായ മഴയായി മാറുന്നത്? ഈ പരിണാമചക്രത്തിന്റെ അവസാന ഘട്ടമെന്താണ്? ഈ പഠനത്തിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് മൂന്നാമത്തെ വഴിയായ അടിയോടെ ഒഴിവാക്കൽ വരുന്നത്. അടിയോടെ ഒഴിവാക്കൽ, കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ. അതെ, അതായത് തെറ്റുകൾ അപ്പപ്പോൾ തിരുത്തി ജീവിക്കുന്നതിനപ്പുറം നമ്മൾ നേരത്തെ പറഞ്ഞ ആ മൃഗവാസനകളിൽ നിന്ന് പൂർണ്ണമായി മുക്തനായി ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുകയും അതിൽ നിന്ന് ദൈവികതയിലേക്ക് ഉയരുകയും ചെയ്യുക എന്നത്. അത് വലിയൊരു ലക്ഷ്യമാണല്ലോ. തീർച്ചയായും ഇതിന് നമ്മൾ വളരെ ബോധപൂർവമായ ഒരു തീരുമാനമെടുക്കണം. മൃഗങ്ങൾ കാട്ടിൽ ചെയ്യുന്ന ആ 4 കാര്യങ്ങൾക്ക് നേർവിപരീതമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുക. ഇനി ജീവിതാവസാനം വരെ ആരെയും വേദനിപ്പിക്കില്ല, ഒന്നിനെയും കൊല്ലില്ല, മറ്റുള്ളവരുടേത് തട്ടിയെടുക്കില്ല, ആരുടെയും സ്വാതന്ത്ര്യമില്ലാതാക്കില്ല എന്ന് ഉറപ്പിക്കുക. ഇതാണ് പൂർണ്ണമായ മാറ്റത്തിന്റെ തുടക്കം. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതെങ്ങനെ പ്രായോഗികമാകും? നമ്മൾ എത്ര ബോധപൂർവം തീരുമാനമെടുത്താലും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ പലപ്പോഴും പ്രകോപിപ്പിക്കില്ലേ? സ്വാഭാവികം. പഴയ ശീലങ്ങൾ ചിലപ്പോഴൊക്കെ പുറത്തുവരില്ലേ? അവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ജലചക്രത്തിന്റെ ഉപമ പൂർണ്ണമാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ? അഴുക്കുചാലിലൂടെ ഒഴുകിയ വെള്ളം ഒടുവിൽ വീണ്ടും കടലിലെത്തി, സൂര്യന്റെ ചൂടേറ്റ് ബാഷ്പീകരിക്കപ്പെട്ട് വീണ്ടും പഴയതുപോലെ ശുദ്ധമായ മേഘമായി മാറുന്ന ആ പ്രക്രിയ, ഇതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ശരിക്കും സംഭവിക്കുന്നത്? അതിനായി വളരെ ശക്തമായ ഒരു മനഃശാസ്ത്ര തത്വമാണ് സ്രോതസ് വിശദീകരിക്കുന്നത്. എന്താണത്? ഒരു വ്യക്തി ഏതൊരു കാര്യത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നുവോ അവൻ ആ ഗുണമായി തന്നെ മാറും. ഇതൊരു യൂണിവേഴ്സൽ നിയമമാണ്. ഉദാഹരണത്തിന്, നമ്മൾ എപ്പോഴും ദേഷ്യത്തെക്കുറിച്ചോ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിനെക്കുറിച്ചോ സ്വാർത്ഥതയെക്കുറിച്ചോ ആണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ആ സ്വഭാവമുള്ളവരായി തന്നെ മാറും. ശരിയാ, നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഉണ്ടാക്കുന്നത്. അതെ. എന്നാൽ ഇതിന് പകരമായി ഒരാൾ താൻ വന്ന ആ യഥാർത്ഥ ഉറവിടത്തെക്കുറിച്ച്, അതായത് ആരെയും ദ്രോഹിക്കാത്ത തികച്ചും ശുദ്ധമായ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചാലോ? അയാളുടെ സ്വഭാവം മാറുമോ? പതിയെ പതിയെ അയാളുടെ ചിന്തകൾ ആ തലത്തിലേക്ക് ഉയരും. അയാളുടെ ഉള്ളിലെ ആ പഴയ മൃഗവാസനകൾ പൂർണ്ണമായും നശിക്കുകയും അയാൾ ആ ഈശ്വര ചൈതന്യമായി തന്നെ മാറുകയും ചെയ്യും. ഈ ഉയർന്ന അവസ്ഥയെയാണ് സ്രോതസ്സിൽ മുക്തിയല്ലെങ്കിൽ മോക്ഷമെന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് പാപപ്പതിവുകൾ അടിയോടെ ഇല്ലാതാകുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഈ സ്രോതസ് നൽകുന്നത്. കേവലം ശീലങ്ങൾ മാറ്റുന്നതിനപ്പുറം മനുഷ്യന്റെ പരിണാമത്തിന്റെ ലക്ഷ്യം തന്നെ ഇത് കാണിച്ചു തരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾക്കൊന്ന് ചുരുക്കം നൽകാം, അല്ലേ? തീർച്ചയായും. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങൾ വെറുതെ സംഭവിക്കുന്നതല്ല. അത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി മൃഗങ്ങളിൽ നിന്ന് പരിണാമത്തിലൂടെ നമുക്ക് ലഭിച്ച ജീവവാസനകളുടെ ബാക്കിപത്രമാണ്. അതെ. അതിൽ നിന്ന് പുറത്തുകടക്കാൻ 3 വഴികളാണുള്ളത്. 1. പ്രായശ്ചിത്തം. തെറ്റുപറ്റിയാൽ ഉടൻ തന്നെ തിരുത്തി ആ പാപപ്പതിവിനെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. കൃത്യം. 2. മേൽപ്പതിവ് അഥവാ തിരുത്തി എഴുതൽ. ഒറ്റയടിക്ക് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള ദുശ്ശീലങ്ങൾക്ക് പകരം ശക്തമായ നല്ല ശീലങ്ങൾ നിരന്തരം പരിശീലിച്ച് തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്യുക. 3. അടിയോടെ ഒഴിവാക്കൽ. മറ്റുള്ളവർക്ക് യാതൊരു ദ്രോഹവും ചെയ്യാത്ത ഒരു ജീവിതശൈലി തിരഞ്ഞെടുത്ത് നിരന്തരമായ ചിന്തയിലൂടെ നമ്മുടെ യഥാർത്ഥ ഉറവിടമായ ദൈവീകതയിലേക്ക് തിരികെ പോവുക. ഈ പഠനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇനി നിങ്ങൾ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ ശരീരത്തിൽ വിട്ടുമാറാത്ത എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ? അല്ലെങ്കിൽ മനസ്സിൽ എപ്പോഴും ഒരു ഭാരമോ അകാരണമായ സമാധാനക്കുറവോ തോന്നുന്നുണ്ടോ? അതെ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. എങ്കിലത് തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലെ ഏതോ തെറ്റായ ശീലത്തിന്റെ ഏതോ പാപപതിവിന്റെ സിഗ്നലാകാം. അതിൽ നിന്ന് പുറത്തുകടക്കാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ 3 വഴികളിൽ ഏതാണ് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും അനുയോജ്യമെന്ന് ചിന്തിച്ചു നോക്കൂ. ചെറിയ കാര്യമാണെങ്കിൽ ഉടനടി തിരുത്താം. വലിയ ശീലമാണെങ്കിൽ ഇച്ഛാശക്തിയോടെ പതുക്കെ തിരുത്തി എഴുതാം. കൃത്യമായി പറഞ്ഞു. ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സ്രോതസ്സിലെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാനൊരു കാര്യം കൂടി നൽകാം. നമ്മൾ മനുഷ്യർ പലപ്പോഴും വളരെ അഭിമാനത്തോടെ പറയാറില്ലേ, നമ്മളാണ് ഈ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയെന്ന്? അതെ, നമ്മൾ അങ്ങനെ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ പല തീരുമാനങ്ങളും, നിസ്സാര കാര്യങ്ങൾക്കുള്ള ദേഷ്യങ്ങളും ആർത്തികളുമെല്ലാം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള മൃഗങ്ങളുടെ അതിജീവന തന്ത്രങ്ങളുടെ വെറും സെറോക്സ് കോപ്പികൾ മാത്രമാണെന്ന് നമ്മളിന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ ട്രാഫിക്കിൽ ആരെങ്കിലും നിങ്ങളുടെ വണ്ടിക്ക് കുറുകെ വരുമ്പോഴോ ഓഫീസിലെ സഹപ്രവർത്തകർ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോഴോ
സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് കമന്റ് ഇടാൻ തോന്നുമ്പോഴോ ഒരു നിമിഷം നിർത്തി സ്വയം ചോദിക്കുക, എന്താണ് ചോദിക്കേണ്ടത്? ഇതൊരു വിവേകമുള്ള മനുഷ്യന്റെ പ്രതികരണമാണോ, അതോ പഴയ ഏതോ ഒരു കാട്ടുമൃഗത്തിന്റെ കാസറ്റ് എന്റെ തലയിൽ പ്ലേ ചെയ്യുന്നതാണോ? ആ ഒരൊറ്റ നിമിഷത്തെ ചിന്ത ചിലപ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങളെ, നിങ്ങളുടെ തീരുമാനങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിയേക്കാം. അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.